12-ാം അധ്യായം. ശഭാപതി സ്വാമിയുടെ ചരിത്രവും പഠിപ്പിക്കലുകളും. 1840-ൽ ചെന്നൈയിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച സഭാപതി സ്വാമി തമിഴിലും ഇംഗ്ലീഷിലും പഠനം പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യയിലേക്കും ബർമയിലേക്കും യാത്ര ചെയ്തു. ഹിന്ദു ബുദ്ധമതങ്ങളുടെ സത്യങ്ങൾ പഠിച്ച ശേഷം അദ്ദേഹം ചെന്നൈയിലേക്ക് മടങ്ങി ജോലി ചെയ്തു. 29-ാം വയസ്സിൽ അദ്ദേഹത്തിന് ബ്രഹ്മാവിന്റെ ഒരു ദർശനം ലഭിച്ചു. ശഭാപതി, ഞാൻ പരമബ്രഹ്മാവാണ്. നീയും ഞാനും ഒരുപോലെയല്ല. അതിനാൽ ഉടൻ എഴുന്നേറ്റ് അഗസ്ത്യാശ്രമത്തിൽ പോയി ഉപദേശം സ്വീകരിക്കുക. സഭാപതി പുലർച്ചെ 1 മണിക്ക് എഴുന്നേറ്റു. പഠാണിയും 2 പ്ലാലകളും വിട്ട് 10 മൈൽ തെക്കോട്ട് കടന്ന് തിരുവാമൂരിലെ ശിവക്ഷേത്രത്തിൽ ഇരുന്നു എന്ന് പറയപ്പെടുന്നു. 3-ാം ദിവസം മഹാദേവനൊരു പ്രത്യേക രീതിയിൽ പറയുന്നതായി തോന്നി. നീ മഹാബ്രഹ്മാവിനെപ്പോലെ ഈ ലിംഗത്തെ ആരാധിക്കുകയും ബ്രഹ്മജ്ഞാനം നേടുകയും ചെയ്യും. അഗസ്ത്യാശ്രമത്തിലേക്ക് പോകുക. എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് നൽകും. പിന്നെ അദ്ദേഹം എല്ലാ കാടുകളിലൂടെയും മലകളിലൂടെയും നടന്നു ചതുരഗിരി, കുട്രല്ലം, പാപനാശം മുതലായവ സന്ദർശിച്ചു. ഒരാൾ ലോകങ്ങൾ കടന്ന് ശരീരമില്ലാതെ നടന്നാൽ ഒരു മുനി താമസിക്കുന്ന ഒരു ഗുഹ കണ്ടെത്തും. ആ മുനി അഗസ്ത്യ ഭഗവാന്റെ ആചാര്യനായിരുന്നു. 9 വർഷം അദ്ദേഹത്തെ സേവിച്ച ശേഷം അദ്ദേഹത്തിന്റെ അനുഗ്രഹം സ്വീകരിച്ച് ലോകം ചുറ്റി സഞ്ചരിച്ച് കൈലാസം വരെ പോയി ദിവ്യതീർത്ഥങ്ങൾ സന്ദർശിച്ചു. തിരിച്ചെത്തിയപ്പോൾ ഒരു രാജയോഗ ചക്രം കാണിച്ച് അദ്ദേഹം ലാഹോറിൽ ഇംഗ്ലീഷിലൊരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിന്റെ ഒരു പഴയ പകർപ്പ് എന്റെ പക്കലുണ്ട്. അതിൽ അപൂർവമായ യോഗകാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ അതിന്റെ ചില പഠിപ്പിക്കലുകൾ ഞാനിവിടെ ഉദ്ധരിക്കുന്നു. 2. പരമാത്മാവ് ആത്മാവിനോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ ചിന്തിക്കുന്നതിനു മുമ്പ് നിങ്ങൾ എന്നിൽ തനിച്ചായിരുന്നു, ഞാൻ എന്നിൽ ഇല്ലായിരുന്നു. ബ്രഹ്മത്തിൽ നിന്ന് മുക്തി നേടുക പ്രയാസമാണ്. വേദങ്ങൾ വായിച്ചാൽ മാത്രമേ ഒരാൾക്ക് അത്തരം അറിവ് നേടാൻ കഴിയൂ. യോഗികളും ബ്രഹ്മഋഷിമാരും അനുവിന്റെ ഉപദേശങ്ങളിലൂടെ ഗ്രഹത്തിന്റെ ആത്മാവായി മാറുന്നവരാണ്. നിങ്ങൾക്ക് ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ കഴിയും. നിങ്ങൾ ജ്ഞാനിയാകുകയും സംസാരചക്രത്തിൽ നിന്ന് മുക്തനാകുകയും ചെയ്യും. സൃഷ്ടി, അവസ്ഥ, സംഹാരം, ആനന്ദപ്രക്രിയകൾ എന്നിവ അവർ പഠിപ്പിക്കുകയും ആത്മാവ് ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന അറിവ് പഠിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ പരമാത്മാവാണെന്ന് തോന്നുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന തടസ്സം അവർ നീക്കം ചെയ്യും. നിങ്ങൾ പരമബ്രഹ്മാവിന്റെ സംയോഗം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഋഷിമാരെയും ജ്ഞാനികളെയും നോക്കി നിങ്ങളുടെ മിഥ്യാധാരണയെ അല്ലെങ്കിൽ തടസ്സത്തെ നീക്കം ചെയ്യുക. നിങ്ങളുടെ മിഥ്യാധാരണകളുടെ 12 മാലിന്യങ്ങളെ നീക്കം ചെയ്യുക. നിങ്ങളുടെ മിഥ്യാധാരണകൾ ഇല്ലാതാകും. ആ പാത ഞാൻ നിങ്ങളോട് പറയുന്നു, കേൾക്കൂ. 3. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന രാജയോഗ സസുര, അതിൽ കാണപ്പെടുന്ന സ്ഥലങ്ങൾ മുതലായവ, അവയെ സൂചിപ്പിക്കുന്ന സംഖ്യകൾ എന്നിവ ശ്രദ്ധിക്കുക. നിങ്ങളുടെ തലച്ചോറിനുള്ളിലെ ആകാശത്തിലെ പരമാത്മാവായി വിശാലമായ ബ്രഹ്മത്തെ ധ്യാനിക്കുക. സുഷുമ്നാവാസി സംഖ്യ 1, 2, 3 പാതയിലൂടെ ആ പരമാത്മാവിനെ കുണ്ടലിനിയിലേക്ക് സംഖ്യ 18ലേക്ക് കൊണ്ടുവരിക. സുഷുമ്നാനാഡി അവിടെ നിന്ന് ലിംഗത്തിൽ ചേരുന്നു, മുകൾ ഭാഗത്തേക്ക് മടങ്ങുന്നു, വീണ്ടും നട്ടെല്ലുവഴി ബ്രഹ്മഹരന്തത്തിലെത്തുന്നു. ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സുഷുമ്നാവാസി ഭാഗത്തെ കുംഭകം എന്ന് വിളിക്കുന്നു. 4. ഈ സുഷുമ്നാവാസി 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതായത് ആദ്യത്തേത് ഇത്തകാലവാസി, രണ്ടാമത്തേത് സുഷുമ്നാവാസി, മൂന്നാമത്തേത് പിങ്കളാവാസി, നാലാമത്തേത് പേളവാസി. പാതയിൽ നമ്പർ 4 രേസക ചന്ദ്ര കലാവാസി, നമ്പർ 5 കുംഭക അഘാനിക കലാവാസി, നമ്പർ 6 പൂരക സൂര്യ കലാവാസി എന്നീ പേരുകൾ വർദ്ധിച്ചുവരികയാണ്. ഇവയിൽ നമ്പർ 1ഉം നമ്പർ 3ഉം മുകളിലെ നാഡുശാസ്ത്രമനുസരിച്ച് പാരാസിമ്പത്തറ്റിക് നാഡികളായിരിക്കണം. നമ്പർ 4ഉം നമ്പർ 6ഉം വീണദണ്ഡത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഇടത് വലത് പാരാസിമ്പത്തറ്റിക് പാതകളായി ബ്രഹ്മരന്ധ്രമായിരിക്കണം. SS 3ഉം നമ്പർ 5ഉം മുകളിലെ നാടുകളായിരിക്കണം. ഇടത് വലത് നാഡീപ്രവാഹങ്ങളെ സമന്വയിപ്പിച്ച് കണ്ണാടി പോലുള്ള സൂക്ഷ്മയോഗിയും യോഗിയുമായി തീരണം. 51.28 സംഖ്യകൾ യഥാക്രമം ഇന്ദ്രിയങ്ങളാണ്. മാനസിക പ്രവർത്തനങ്ങൾ, അഹംഭാവം എന്നിവയാണ് ഇവയ്ക്ക് ഏറ്റവും പ്രധാനം. അതുപോലെ യഥാക്രമം 4, 5, 6 എന്നീ സംഖ്യകൾ ബുദ്ധിയുടെയും മനസ്സിന്റെയും മുഖങ്ങളെ സൗന്ദര്യം, അവസ്ഥ, ഐക്യം എന്നിവയായി കാണിക്കുന്നു. ഏറ്റവും ഉയർന്ന ലക്ഷ്യം മാർഗനിർദ്ദേശം, കൃപ, ഐക്യം എന്നിവ തേടുക എന്നതാണ്. 6. പരമാത്മാവായ ഞാൻ ഭഗവാനും മായയുടെ സാക്ഷിയുമായി പ്രത്യക്ഷപ്പെടുന്നു. ഇനി ഞാൻ നിങ്ങളോട് 12 തരം പ്രതിഭാസങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 7 മുതൽ ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത തത്വങ്ങൾ ഉയർന്നുവരുന്നു. 7ാമത്തേത് ശുദ്ധമായ ചൈതന്യമാണ്. 8ാമത്തേത് സങ്കല്പകൽപ്പന പ്രതിഭാസങ്ങൾ ഉയർന്നുവരുന്ന സ്ഥലമാണ്. 9ാമത്തേത് മായ കൂടുതലായി മാറുകയും മിതമായ ചിന്തകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. 10ാമത്തേത് മായ വർദ്ധിക്കുകയും അജ്ഞതയുടെ മായയായി മാറുകയും ചെയ്യുന്നു. ഈ ചക്രങ്ങൾ ഉയർന്നുവരുന്നു. 11ാമത്തേത് അഹംഭാവം മഹത്തായ സത്യവും മഹത്തായ മായയും വസിക്കുന്ന സ്ഥലമായി മാറുന്നു.
12ാം സംഖ്യ ആവരണത്തിന്റെ ഇരിപ്പിടവും 13ാം സംഖ്യയുടെ ശക്തിയുമാണ്. അഹങ്കാരം മൂക്കിൽ 3 മലങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. 14ാം സംഖ്യ സത്വം, രജസ്, തമസ് എന്നിവയുടെ ഗുണങ്ങളായി നാവിന്റെ മധ്യത്തിൽ നിലകൊള്ളുന്നു. 15ാം സംഖ്യ ഇരുണ്ട കണ്ണായി വിശുദ്ധി ചക്രത്തിൽ നിലകൊള്ളുന്നു. 16ാം സംഖ്യ രാഗദ്വേഷത്തിന്റെ രൂപമായി ഹൃദയത്തിലാണ്. 17ാം സംഖ്യ ഇന്ദ്രിയത്തിന്റെ രൂപമായി നാഭീചക്രത്തിലാണ്. 18ാം സംഖ്യ ഭൂതത്തിന്റെ രൂപമായി കുണ്ടലിനി ചക്രത്തിലാണ്. ഇത് 11ാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന കുണ്ടലിനി, ശക്തി എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്. 7. ഹേ ജീവജാലമേ, അതിനാൽ നിങ്ങളുടെ രൂപം ഈ 12 തരം ആത്മാക്കളുടെ സംഗമമാണ്. പരമാത്മാവായ എന്നെ ഈ ആത്മാക്കളിൽ നിന്ന് മുക്തനായവനായി കാണിച്ചിരിക്കുന്നു. 8. പരമാത്മാവിന്റെ ഉപദേശങ്ങളിൽ നിന്ന് വേർപെട്ട ഒരു ആത്മാവിനെക്കുറിച്ചുള്ള ആശയം പൂർണ്ണമായും തെറ്റാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. പരമാത്മാവ് നിശ്ചലനാണ്. ഒരു പദാർത്ഥത്തിന്റെ രൂപത്തിലുള്ള മൂലകങ്ങൾ പരിണാമത്തിന്റെ പരിധിക്കുള്ളിലാണ്. തുടർന്ന് പരമാത്മാവ് ആത്മാവിനോട് 18ാം കുണ്ടലിയോട് തന്റെ കരുണ പ്രകടിപ്പിക്കാനും മൂലകങ്ങളുടെ സത്തയെ അവയുടെ സ്ഥാനങ്ങളിൽ ശരിയായി വിലയിരുത്താനും ആവശ്യപ്പെടുന്നു. 9. തുടർന്ന് അദ്ദേഹം വേദാന്ത രാജയോഗത്തിന്റെ പഠിപ്പിക്കലുകൾ നൽകുന്നു. അതായത് അദ്ദേഹം 18ാം കുണ്ടലിയോട് തന്റെ കരുണ പ്രകടിപ്പിക്കുകയും അവിടെയുള്ള ജീവികളെ ശുദ്ധരാകാൻ അനുഗ്രഹിക്കുകയും 18ാം കുണ്ടലി ഉപയോഗിച്ച് 123 നാഡികളിലൂടെ ജീവികളെ ശുദ്ധീകരിക്കാനുള്ള മന്ത്രം ജപിക്കുകയും ചെയ്യുന്നു. നാഭിയുടെ ഇന്ദ്രിയങ്ങളുടെ സ്ഥാനത്തെത്തി ആ ഇന്ദ്രിയങ്ങളെ സ്വീകരിച്ച് കുറച്ചുനേരം ധ്യാനിച്ച് ഓം ബ്രഹ്മ വിഷ്ണു നാ രുദ്രം മഹേശ്വരഭ്യോ നമ എന്ന മന്ത്രം ജപിച്ച് ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിച്ച് ഹൃദയകമലത്തിലെത്തി ഓം ഹാ ഹാ ഹി ഹാ ഹേ നോ നമ എന്ന് ജപിക്കുകയും ചെയ്യുന്നു. ഓം ഹ്രീം ശ്രീം ക്ലീം സൗഹ നമ എന്ന വിശുദ്ധിയുടെ ഉന്നത സ്ഥാനത്ത് ഭക്തൻ ഈ മന്ത്രം ജപിക്കുകയും ഓം ലം രാമശരണം എന്ന മന്ത്രം ജപിക്കുകയും മായാം ഹം എന്ന മന്ത്രം ജപിക്കുകയും നാസി സ്ഥാനത്തേക്ക് പോകുകയും പായസ്തേ നമ എന്ന മന്ത്രം ജപിക്കുകയും ശിവവാസി ശിവായനം എന്ന മന്ത്രം ഉപയോഗിച്ച് തിരുമലയെ ശുദ്ധീകരിക്കുകയും ചെയ്ത ശേഷം തിരുമല എന്നാൽ അണു, കർമ്മം എന്ന ഭ്രമം, ബിന്ദുസ്ഥാനത്തെത്തി ശിവശരണം എന്ന മന്ത്രം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുക. നാഥസ്ഥാനത്തേക്ക് പോയി ശിവശിവ പൂർണി എന്ന മഹാമന്ത്രം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുക. കാലാർ സ്ഥാനത്തെത്തി ശിവ 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 നമസ്തേ നമോസ്തു എന്ന മന്ത്രം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ആഗമേവ ബ്രഹ്മ ശിവ 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 എന്ന മന്ത്രം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുകയും ശിവശിവ ശിവ സില ശിവ സംഭോ ശിവഹം എന്ന മന്ത്രം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ശിവശില ശിവ സംഭോ ശിവഹം സ്വയം ശുദ്ധീകരിച്ചതിനുശേഷം ശുദ്ധമായ ചൈതന്യത്തിലേക്ക് പോയി നിങ്ങളുടെ ജീവിതം എന്നിൽ ലയിപ്പിക്കുക. ലയനത്തിന്റെ മന്ത്രം ഇതാണ്: ശിവശിവ മുകളിലേക്ക് പോയി ബ്രഹ്മചൈതന്യത്തെ വായുകൊണ്ട് വിഴുങ്ങുന്നതുപോലെ പ്രവർത്തിക്കുക. ഈ പരിശീലനം ജ്ഞാനത്തിന്റെ ആകാശത്തോടെ മുകളിൽ പറഞ്ഞ മന്ത്രങ്ങൾ ജപിക്കണം. ബ്രഹ്മചൈതന്യത്തിൽ ഒരു ചക്രം പോലെ ഈ നാഡി നയിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ചുറ്റിക പോലെ ഒരു മുഖമുണ്ടാക്കണം. ഒരു വൃത്താകൃതി പോലെ നിങ്ങളുടെ താളം വർദ്ധിപ്പിക്കും. 11. ഹേ ആത്മാവേ, മുകളിൽ പറഞ്ഞ 12 പേരും നിന്നിൽ ഏറ്റവും ദുഷ്ടന്മാരാണ്. നീ അവരെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവായിരിക്കണം. അല്ലാത്തപക്ഷം അവ നിന്നെ വഞ്ചിക്കും. നീ സത്തയുടെ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ നീ ജ്ഞാനിയായി എന്ന ആശയം പൂർണ്ണമായും ഉപേക്ഷിക്കണം. എല്ലാം പരമമാകുമ്പോൾ നീ ജ്ഞാനിയാണ്. ഞാൻ ബ്രഹ്മാവിന്റെ വികാരം നീക്കം ചെയ്ത് ആത്മാവായി. ഞാൻ ആത്മാവായി. ദ്വൈതബുദ്ധിയെ പൂർണ്ണമായും ഉപേക്ഷിച്ച് പരമബ്രഹ്മാവിന്റെ കൈകളിലായിരിക്കുന്ന അവസ്ഥ ഞാൻ നേടിയിരിക്കുന്നു. കുറിപ്പ്: ശ്രീ ശബപതി സ്വാമികളുടെ പഠിപ്പിക്കലുകൾ എഴുതുമ്പോൾ പഴയ പേപ്പർ പകർപ്പിൽ കാണുന്ന ബീജാക്ഷരങ്ങളിലെ അക്ഷരത്തെറ്റുകൾ മാത്രമേ ഞാൻ തിരുത്തിയിട്ടുള്ളൂ. ഇതിൽ താൽപര്യമുള്ളവർ യോഗ്യതയുള്ള ഒരു ഗുരുവിൽ നിന്ന് അക്ഷരങ്ങളുടെ ശരിയായ ഉച്ചാരണം പഠിക്കുന്നത് നല്ലതാണ്. നാഥാബിന്ദുകൾ പോലുള്ള ഷുട്പ്രക്രിയയിൽ പരാമർശിച്ചിരിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ശൃഷാദിക്രമ തത്വജപ ടാഗുകളുടെ 2ാം അധ്യായവും ഊർധ്വധാര വിശുദ്ധീകരണത്തിന്റെ 6ാം അധ്യായവും കാണുക.